ചന്ദ്ര അപ്പൊ തുടങ്ങാം. 7 പണി കിട്ടിയ നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വെൽക്കം മസ്താനി. താങ്ക് യു. അയ്യന്റെ മോനെ കർമ്മ റിയൽ ആണോ? ആണ്. ആണോ? എനിക്ക് കിട്ടിയല്ലോ. മസ്താനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹൗസ് പറഞ്ഞതാണ് കർമാസ് റിയൽ. അതെന്ത് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. കർമ്മ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താ കൊല്ലത്തും കിട്ടും. സിമ്പിൾ. കൊടുത്തതാ, കൊല്ലത്ത് കിട്ടി. കിട്ടിയല്ലോ. പണ്ട് പിന്നെ ആയിരുന്നു. ഇപ്പൊ അപ്പൊ കഴിഞ്ഞ ആഴ്ച എടുത്ത് ഈ ആഴ്ച കിട്ടി. സ്വാഭാവികം. പുറത്ത് നടക്കുന്ന ഒരു കാര്യം അകത്ത് ചെന്ന് പറയാൻ പാടില്ല. അകത്ത് കയറി ആദ്യം ചെയ്തത് എന്താ? ഒരു കയ്യബദ്ധം. ഈ ഗർഭിണിയായ ഭാര്യ, അതുപോലെ അറബിക് കല്യാണം, ബോയ് ഫ്രണ്ട്, ഇതൊക്കെ ഗെയിമായിട്ട് എന്ത് ബന്ധമുള്ള കാര്യങ്ങളാണ്? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഗെയിം റിലേറ്റഡ് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയരുതെന്നാണ് പറഞ്ഞത്. ഗെയിം റിലേറ്റഡും പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ട് ക്ലിപ്സ് എടുപ്പിക്കല്ലേ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. എന്തായാലും പറയാൻ പാടില്ലാത്ത കാര്യമല്ല. അതെനിക്ക് ആ ഒരു പോയിന്റിൽ ഈ സാധനം പറയണമെന്ന് തോന്നി. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഏറ്റവും ഇമ്മീഡിയറ്റ് നോമിനേഷൻ ആണ്. അതായത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ വീക്ക് ഔട്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, മസ്താനി എവിക്റ്റഡ് അനൗൺസ് ചെയ്തപ്പം ഓഡിയൻസിന്റെ അടുത്തുനിന്ന് വന്ന കൈയ്യടികൾ കണ്ടു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. സ്റ്റേജിൽ ചെന്നപ്പോ പോലും ഒരു കൈയ്യടി ഉണ്ടായിട്ടില്ല അല്ലേ? അതെന്തായിരിക്കും കാരണം? ഞാൻ കുറച്ച് ഓവറായില്ലേ? ആ ഒരു സ്പേസ് ഒന്നിൽ ചേട്ടന്റെ അടുത്ത് എനിക്ക് ഒരു കംഫർട്ടബിൾ അല്ലായിരുന്നു. എന്തിനാ കംഫർട്ടബിൾ? നമ്മുടെ മേത്ത് ഒരാൾ കയറി പിടിക്കുമ്പോൾ നല്ല സ്പേസോ മോശം സ്പേസോ ഒന്നും അല്ലല്ലോ. എന്റെ മേത്ത് ഒരാൾ കയറി പിടിച്ചാൽ എനിക്ക് അയാളോട്ട് നല്ല സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല എന്ന് വെക്കില്ലല്ലോ. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഗെയിമിന് വേണ്ടത് എന്താ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഒരു ഗെയിമിന് ആദ്യം വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. മസ്താനിക്ക് അതുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അവനെ കൊണ്ട് എന്നെ തല്ലിക്കണം, അവനെ എങ്ങനെയെങ്കിലും, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇസ് ദാറ്റ് എ ഫെയർ ഗെയിം? അല്ല, അത് ചീപ്പ് ഗെയിം അല്ലേ? ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പ്രകോപിപ്പിച്ചാൽ അപ്പാനി ഫിസിക്കൽ ഒരു ഷോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ? മൂക്കിന്റെ പാലൊക്കെ പോയാൽ നല്ല വൃത്തിയേടാവില്ലേ? അതെ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഷോ ഇന്ന് പുറത്താവും. സിമ്പിൾ. Was that a fair game? I don't know. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സ്ട്രാറ്റജി ഉണ്ടെന്ന്. എന്തായിരുന്നു സ്ട്രാറ്റജി? ഇനി ചോദിക്കാമല്ലോ. പാളിയ സ്ട്രാറ്റജി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മസ്താനിക്കൊരു പേര് ഞാൻ ചോദിച്ചാൽ വിൽ യു അഗ്രി വിത്ത് ദിസ്? ദ ഗോസിപ്പ് ഗേൾ. ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു 2 പെണ്ണ് കേസ്, മറ്റേ അറബിക് കല്യാണം, ബോയ് ഫ്രണ്ട്, ഗർഭിണിയായ ഭാര്യ, ഇതൊക്കെ വളരെ മാന്യമായ ഗോസിപ്പാന്നാണോ പറയണത്? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? പിന്നെ അവരുടെ ബോയ് ഫ്രണ്ട്, അവരുടെ എക്സ് ബോയ് ഫ്രണ്ട്, ഈ എക്സ് ബോയ് ഫ്രണ്ട് ഒക്കെ ഗെയിമിൽ എന്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്?